ഹായ് ഫ്രണ്ട്സ്, +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. അവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും. അവർ ഗ്രൂപ്പിലേക്കോ മറ്റോ ഇട്ട് തരുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ മുന്നേ നിങ്ങളുടെ +2 റിസൾട്ട് ചെക്ക് ചെയ്ത പോലെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചാൽ റിസൾട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതിന് പകരം +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞു ഒന്നിച്ച് ഒരു റിസൾട്ട് വരാറും ഉണ്ട്. റിവാലുവേഷൻ റിസൾട്ടൊക്കെ വരുന്നത് പോലെ. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നത്തെ ക്ലാസ് ടീച്ചറിനെയോ പ്രിൻസിപ്പാളിനെയോ കോൺടാക്റ്റ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാവുന്നതാണ്. സേ എഴുതിയ കുട്ടികൾ ഫെയിലായ എല്ലാ പേപ്പറും എഴുതി കാണും. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത കുട്ടികൾ ഒരു പേപ്പറായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്ന് തന്നെയാണെങ്കിലും +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആയോ, സേ എഴുതിയ കുട്ടികൾ പാസ്സായോ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും പ്രത്യേകിച്ച് സേ എഴുതിയ കുട്ടികൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുക, അതിനുള്ള സമയമുണ്ട്. സേ എഴുതിയ കുട്ടികൾക്കും ഇമ്പ്രൂവ്മെൻറ്റിനുള്ള മാർക്ക് കൂടിയ കുട്ടികൾക്കും അത് ഡിഗ്രി ആപ്ലിക്കേഷനിലേക്ക് പരിഗണിക്കുന്നതിനുള്ള അവസരമുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണം കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ സേ എഴുതിയ കുട്ടികളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 15 വരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നീട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരു കോഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ, അലോട്ട്മെൻറ്റ് വരാത്തവരൊക്കെ ആണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അതൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുക.